ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ ടിപ്സ് ആൻഡ് നോളജ്, നെഗറ്റീവ്, അതേപോലെ തന്നെ പോസിറ്റീവ്, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യണം. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുന്ന, ഇല്ലെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതായ നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അതേപോലെ തന്നെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ടോക്കൺ പ്രെഡിക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ആൾറെഡി കുറേ ടോക്കൺ പ്രെഡിക്ഷനും അതേപോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടോമിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഞാനൊരു സോറി ടു സേ എന്ന് പറഞ്ഞിട്ട് ഈ ടോമിൻ്റെ ഒരു നമുക്ക് സ്കാം ആവാൻ ചാൻസ് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ 100% അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും നോക്കണമല്ലോ, ഒന്ന് പോസിറ്റീവ് നോക്കണം, ഒന്ന് നെഗറ്റീവ് നോക്കണം. അപ്പോൾ ആ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ശരിയാവും. പക്ഷെ നമ്മുടെ പ്രെഡിക്ഷനൊക്കെ എപ്പോഴും ശരിയായിട്ടുണ്ട്. മേജർ ആയിക്കോട്ടെ, മീംഫൈ ആയിക്കോട്ടെ, ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ടോക്കൺ പ്രെഡിക്ഷൻ ചെയ്യുന്നത്. ഡിസ്ക്ലെയിമർ ഞാൻ ഇപ്പം തന്നെ പറയാം. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റുകളും ഇല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷനും ഇതിൻ്റെ ഒരു ടോക്കൺ സപ്ലൈയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പഴയ പ്രൊജക്റ്റുകളുടെ ഒരു കമ്പാരിസൺ വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോക്കൺ ഇതിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവാം, മേ ബി നല്ലതുണ്ടാവാം, മേ ബി ഇങ്ങനെ തന്നെ ആയിരിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള മീനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വീഡിയോ കാണാൻ. നിങ്ങൾക്ക് ഈ ഒരു ടോക്കണിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഈ ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാലാണ് ഒരു ടോക്കൺ പ്രെഡിക്ഷന് ഒരു കൺക്ലൂഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ പൗസ് അക്കൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ പൗസ് അക്കൗണ്ട് എടുക്കുമ്പോൾ എനിക്ക് ഒരു 409K പോയിൻറ്റ്സ് ആണ് എനിക്ക് ഏതിലുള്ളത്, എൻ്റെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഉള്ളത്. ഈ ഒരു പോയിൻറ്റ്സ് നല്ല രീതിയിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്ന ഒരു പോയിൻറ്റ്സ് ആണെന്ന് എനിക്കറിയാം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് റെഫറൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇത്തിരി ഒരു യൂട്യൂബൊക്കെ ആയല്ലോ, അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇത്തിരി നേരായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കയറിയതാണ് എനിക്ക് ഇത്രത്തോളം പോയിൻറ്റ്സ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് താഴെ ഒരു 5 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ലീഡേഴ്സ്, ഒന്ന് എക്സ്പ്ലോർ, ഫ്രണ്ട്സ്, ഏൺ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചാർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ആ PDF കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് ആണ് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത്. എനിക്ക് 409K പോയിൻറ്റ്സ് നമുക്കിവിടെ പൗസിലുണ്ട്. അതേപോലെ തന്നെ ലീഡർ ബോർഡ് എടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ലീഡർ ബോർഡ് ഒരു 40,000 ആണ് എൻ്റെ ഇവിടുത്തെ ഒരു ലീഡർ ബോർഡ് എടുക്കുന്നത്. ഇതെന്തായാലും കൂടും, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതെന്താണ് ഞാൻ വീണ്ടും റാങ്കിലൊക്കെ കുറയും അങ്ങനെയുള്ള. പക്ഷേ ഇത്രത്തോളം മില്യൺ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ 40,000 എന്ന് പറയുന്നുള്ളൊരു റാങ്ക് നല്ലൊരു റാങ്ക് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോണൊക്കെ കൊടുക്കണം. അങ്ങനെയുള്ള പല ആൾക്കാർക്ക് പല രീതിയിൽ തന്നെ ടോൺ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടി അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രണ്ട്സ് ആണ്. ഏതൊരു പ്രൊജക്റ്റിലും നിങ്ങൾ ഫ്രണ്ടിനെ റെഫർ ചെയ്താൽ മാത്രമാണ് കൂടുതൽ മൾട്ടിഫയർ കിട്ടുള്ളൂ. മൾട്ടിഫയർ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ തരാൻ പോകുന്ന അതിൻ്റെ ഒരു മൾട്ടിപ്ലെയർ എന്നുള്ളൊരു കാര്യം എടുത്തിട്ടായിരിക്കും, ഇത്രത്തോളം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ടോക്കൺ തരാൻ പോകുക. അപ്പോൾ എനിക്കിവിടെ 207 ഫ്രണ്ട്സ് റെഫറലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതേ ലെവലിൽ തന്നെ ഉള്ള ആൾക്കാരും ഉണ്ടാവും. അതിപ്പോൾ യൂട്യൂബർ ആവണമെന്നൊന്നുമില്ല, സാധാരണക്കാരായ ആൾക്കാരും ഉണ്ടാവും. പക്ഷേ എനിക്കിവിടെ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു റെഫറൽ തന്നെയാണ്. ഞാൻ അതിലെന്ത് ചെയ്യുന്നില്ല, നിങ്ങളോട് മറച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് 207 യൂസേഴ്സ് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബറായ നിങ്ങൾ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഏൺ സെഷനിലേക്ക് വന്നു പറഞ്ഞാൽ ഇവിടെ കുറേ ടാസ്കുകൾ വരുന്നുണ്ട്. ഈ ടാസ്കുകളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിക്കലും ഇതിങ്ങനെ എത്രത്തോളം ടാസ്ക് ഉണ്ട്, ഈ ടാസ്ക് ഉണ്ട്, കംപ്ലീറ്റ് ചെയ്തോ, ചിലവർ മിസ്സായിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻ ഗെയിം, അതേപോലെ തന്നെ പാർട്ട്നേഴ്സ്, ലിമിറ്റഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രെഡിക്ഷൻ്റെ ചാർട്ട്, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ചാർട്ടിക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റ് എപ്പോൾ വന്നു എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഒക്ടോബർ 28 2024 നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവരപ്പോൾ കൊണ്ടുവന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് സ്റ്റാറ്റസ് കാണിച്ചു തന്നില്ലേ, റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് ഉണ്ടാക്കുന്നത്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടെലിഗ്രാമും ട്വിറ്ററും അതൊക്കെ ഈ പോയിൻറ്റ്സ് വന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുന്നുണ്ട്, എൻഗേജ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോക്കൺ ബേസ്ഡ് എക്കണോമിക്സ്
ഇക്കോണമിയാണ്. ഇതൊരു ടോൺ നെറ്റ്വർക്കിലായിരുന്നു ആദ്യം വരിക എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊരു സൊലാന നെറ്റ്വർക്കിലേക്ക് മാറ്റും എന്നുള്ളൊരു കാര്യം 2 വാലറ്റ് കണക്ഷൻ നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ ഡ്രോപ്പ് എന്നുള്ളൊരു കാര്യം അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയർ ഡ്രോപ്പ് എന്തായാലും എല്ലാവർക്കും കിട്ടും. ലീഡർ ബോർഡും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോട്ടിൻ്റെ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള CCNനും ക്യൂക്കോയിനും അങ്ങനെയുള്ള സൈറ്റുകളും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് ഇതിൽ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ നീ എവിടെ നിന്ന് കിട്ടി, നീ എന്തിനാണ് വായി തോന്നിയത് പറയുന്നു എന്ന് പറയേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യം കൂടി ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഈ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഒരാൾ എൻ്റർ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് ടോക്കൺസ് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഡോഗ്സ് കളിച്ചിട്ടുണ്ടോ, ഹാംസ്റ്റർ കളിച്ചിട്ടുണ്ടോ, നോട്ട് കോയിൻ കളിച്ചിട്ടുണ്ടോ, അതേപോലെ തന്നെ നമുക്ക് ടെലിഗ്രാം ഏജ് വെച്ചിട്ടാണ് നമുക്കിതിൽ എൻ്റർ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ പൗസ് ടോക്കൺ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ നോട്ട് കോയിൻ്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. നോട്ട് കോയിൻ എന്ത് റീസെൻ്റ്ലി പറഞ്ഞു, ഞങ്ങൾക്ക് പൗസ് കാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ ഞങ്ങൾക്ക് അറിയേയില്ല, ഞങ്ങളായിട്ട് പാർട്ട്ണർഷിപ്പ് ഇല്ല, ഞങ്ങളുടെ പേര് അതിലേക്ക് എടുക്കേ വേണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ പ്രൊജക്റ്റിന് കൊടുത്തിട്ടുള്ളത്. അത്രത്തോളം പോപ്പുലാരിറ്റിയാണ്, ഒരുപാട് ആൾക്കാരാണ് യൂസ് ചെയ്തത്. ഒരു 50 മില്യൺ സംതിങ് ആൾക്കാർ പെട്ടെന്ന് തന്നെ കയറിയ ഒരു പ്രൊജക്റ്റാണ്. ഒരു ഒക്ടോബറിലൊക്കെ വന്നിട്ട് ഇത്രത്തോളം ഒരു ഹൈപ്പ് കിട്ടിയിട്ട് കയറുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പൗസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ആൾക്കാർ അത് കളിക്കുന്നുണ്ട്, അത്രത്തോളം ആൾക്കാർക്ക് ഇത് എന്താണ് ഇതിലൊരു എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ടാസ്കുകൾ ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് എനിക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടും എന്നുള്ളത് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ടോക്കൺസ് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് 100% ശരിയാവുമെന്ന് പറഞ്ഞാൽ ശരിയാവാൻ ഒരു 80% ചാൻസ് ഉള്ളൂ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല, നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ ടോട്ടലായിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കൺവേർഷൻ വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 4 ലക്ഷം പോയിൻറ്റ്സും ഞാൻ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എനിക്ക് അതിന്നും പോയിൻറ്റ്സ് കിട്ടും. നമുക്കിവിടെ ഏറ്റവും മെയിനായിട്ട് ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് തന്നെയാണ്. നിങ്ങൾ ഏതൊരു ടാസ്ക് ചെയ്താലും ഏതൊരു അതിൻ്റെ ടെലിഗ്രാം ഏജ് എടുത്താലും ഇപ്പോൾ ടോൺ കൊടുത്താലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് പൗസ് ടോക്കൺസ് ആണ്, അല്ലെങ്കിൽ പൗസ് പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നിവിടെ പറയുന്നത് പൗസ് പോയിൻറ്റ്സ് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ റെഫറൽ 207 റെഫറലുണ്ട്. ടാസ്കും ഞാൻ ആൾറെഡി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ചിലവർ മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു മൾട്ടിഫയർ വെക്കുന്നത് ഒരു കഷ്ടമാണ്, അതിൻ്റെ താഴെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ റാങ്ക് ഞാനിവിടെ ഒരു 43,000 എടുക്കുന്നത്, ഒറ്റ ഒരു ടാസ്ക് വന്നാൽ എൻ്റെ റാങ്ക് മേലെ പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ നോക്കണം. അപ്പോൾ നമുക്കിങ്ങനെ സാധാരണ ഒരു പ്രൊജക്റ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു പൗസ് ടോക്കൺ എന്ന് പറയുന്നത് ഒരു 100 പോയിൻറ്റ്സ് കൺവേർഷൻ എടുക്കാം. ഈ ഒരു കാര്യം ഞാൻ എടുക്കുന്നത് പല പ്രൊജക്റ്റുകളുടെ വെച്ചിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കിത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ 100 പോയിൻറ്റ്സ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എനിക്കിപ്പോൾ ഒരു 4 ലക്ഷം പൗസ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് 4000 ടോക്കൺസ് ആയിരിക്കും എനിക്ക് എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ റെഫറൽ ബോണസിന് ഏതൊരു കമ്പനി ആയാലും റെഫറൽ ബോണസിന് ഇന്നൊരു സ്റ്റേജ് വെച്ചിട്ട് അവർ നല്ല രീതിയിൽ തന്നെ എന്താണ് ഒരു ടോക്കൺ കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു റെഫറലിൽ തന്നെ ടോക്കൺ കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മിനിമം ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു റെഫറലിന് 10 ടോക്കൺസ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ 4 എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവിടെ ഉള്ളൂ, അതിൽ ഏറ്റവും മെയിൻ പോയിന്റ്സ് തന്നെയാണ്. അപ്പം റെഫറൽ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ട് നമുക്ക് 10 പൗസ് ടോക്കൺ ആയിരിക്കും പെർ റെഫറൽ തരാമെന്നുണ്ടെങ്കിൽ എനിക്ക് 207 റെഫറലാണ് ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ കിട്ടാൻ പോകുന്നത് 2070 ടോക്കൺസ് ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ലീഡർ ബോർഡിൻ്റെ കണക്ക് എടുത്താലും ഇപ്പോൾ ഓരോ ലീഡർ ബോർഡ് ഓരോ സ്റ്റേജ് എത്തുമ്പോഴും അവർ ഇത്രത്തോളം പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു ടോക്കൺസ് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 50 ഒരു 500 to 1000 ഇല്ലെങ്കിൽ 100 to 1000 അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അപ്പം മാക്സിമം ഞാൻ എടുക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു 40-50,000 ഉള്ളിലായ കാരണം ഞാൻ എടുക്കുന്നത് 1000 ടോക്കൺസ് മാത്രമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഒരു 1 to 10 100 ഉള്ളിലൊക്കെ വരുന്നവർക്ക് വീണ്ടും അത് 5000 സംതിങ് ടോക്കൺസ് ആയിട്ട് മാറാനുള്ള കാര്യങ്ങളും അവർ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒരു ബോണസ് ടാസ്ക്, നമ്മുടെ ഈ ടാസ്കുകൾ ഒരിക്കലും നമുക്കിവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ടാസ്കും ചിലവർ മിസ് ചെയ്യും, ചിലവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്തിട്ടേ ഉണ്ടാവില്ല, ചിലവർ ഓപ്പണേ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അപ്പോൾ ടാസ്കിന് നമുക്ക് എത്രത്തോളം നിശ്ചിതമായിട്ട് ഒരു ടോക്കൺസ് ആണ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്, അത് നിങ്ങളുടെ അക്കൗണ്ട് എടുക്കുമ്പോഴും ടാസ്ക് ചെയ്യുമ്പോൾ ഞാൻ 1000 ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് ടാസ്ക് ചെയ്തു ഏതൊക്കെ ടാസ്ക് മിസ്സായി എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല, അത് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു ടോട്ടലായിട്ടുള്ള എല്ലാ ടോക്കൺസിൻ്റെയും ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എനിക്ക് ആകെ ഇവിടെ കിട്ടാൻ പോകുന്ന ടോക്കൺസ് എന്ന് പറയുന്നത് 7570 ടോക്കൺ ടു 8070 പൗസ് ടോക്കൺ ആയിരിക്കും എനിക്കിവിടെ കിട്ടാൻ പോകുന്നതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് മതിയോ? ഒരിക്കലും അല്ല.
നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോകണം. അപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറേ ഒരു റൂമേഴ്സ് എന്താണ്, ഈ ഒരു പൗസ് ടോക്കൺ എന്ന് പറയുന്നത് ഡോക്സിനെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്സ് ഒരിക്കലും ഇത്രത്തോളം യൂസേഴ്സ് ഇല്ല, അത് കാരണം നമുക്ക് നല്ല വാല്യൂ കിട്ടി, അങ്ങനെ ഒരു വാല്യൂ ഒക്കെ അതിൽ വരും. അപ്പോൾ അങ്ങനെ ഒന്നും നോക്കണ്ട. നമ്മൾ ഇവിടെ ഡോക്സിൻ്റെ എക്സാമ്പിൾ എടുത്തു എന്ന് പറഞ്ഞാൽ ഡോക്സിൻ്റെ ഫസ്റ്റ് ടോക്കൺ ടോട്ടൽ സപ്ലൈ എത്രയാണെന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ 550 ബില്യൺ ആണ് നമുക്ക് ഈ ഡോക്സ് എന്നുള്ള പറഞ്ഞ പ്രൊജക്റ്റ് ടോട്ടലായിട്ട് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 550 മില്യണിൽ 200 സംതിങ് മില്യൺസ് മാർക്കറ്റ് ക്യാപ്പിലേക്കാണ് ഇത് വന്നത്. അതുകൊണ്ടാണ് ആ പ്രൈസിൽ ലിസ്റ്റ് ആയത്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് അത്ര പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ അതൊരു കമ്പാരിസൺ എടുത്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു ടോക്കൺ സപ്ലൈ ഇതാണെന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഇപ്പോൾ റീസെൻ്റ്ലി വരുന്ന കുറേ പ്രൊജക്റ്റുകൾക്ക് ട്രില്യണൊക്കെ ആണല്ലോ ടോമിയിൽ, അപ്പോൾ അതിനേക്കാളും കുറവാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറവ് എടുക്കുമ്പോഴാണ് ഇത്രത്തോളം യൂസേഴ്സും ഉണ്ട്. അപ്പോൾ കുറവ് എടുക്കുമ്പോൾ നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിന് നല്ല വാല്യൂ വരും. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചിട്ട് എടുക്കുന്നത് ഒരു കമ്പാരിസൺ മാത്രമാണ്. ഇത് തന്നെ ആയിരിക്കില്ല ടോക്കൺ സപ്ലൈ, നിങ്ങൾ മനസ്സിലായിട്ട് തന്നെ കാണണം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 450 ടോക്കൺ സപ്ലൈ ആണ് ഞാൻ പൗസിൻ്റെ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ 450 ടോക്കൺ ബില്യൺ ഇല്ലെങ്കിൽ 450 ബില്യൺ പൗസ് ടോക്കൺ ഇപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ട് വെച്ച് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ എൻ്റെ 4000 ഇല്ലെങ്കിൽ ഒരു 4 ലക്ഷം പോയിൻറ്റ്സ് എനിക്കുണ്ട്, 207 ഉണ്ട്, അതൊക്കെ എൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് ഒരു ടോക്കൺ ഒരു 10 പോയിൻറ്റ്സ് അയച്ച് കൺവേർഷൻ ചെയ്തതാണെങ്കിൽ എനിക്ക് മൊത്തം എത്ര കിട്ടും? ഒരു 43,000 സംതിങ് ടോക്കൺസ് ആണ് എനിക്ക് എവിടെ കിട്ടുക. എനിക്ക് ഒരു ടോട്ടലായിട്ട് 42,570 ടോക്കൺസ് ആണ് എനിക്ക് ഒരു ഡോക്സിൻ്റെ കമ്പാരിസൺ വെച്ചിട്ട് ചെയ്താൽ. ഇതിപ്പോൾ 100 വെച്ചിട്ടാണ് ഒരു ടോക്കൺ, ഇല്ലെങ്കിൽ ഒരു ടോക്കൺ 100 പോയിൻറ്റ്സ് ആണെങ്കിൽ എനിക്കിവിടെ കിട്ടാൻ പോകുന്നത് 4,257 ടോക്കൺസ് ആയിരിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ആവർത്തിക്കുന്നത്. ഫസ്റ്റ്, എല്ലാ പ്രൊജക്റ്റിൻ്റെയും ഒരു കമ്പാരിസൺ വെച്ചിട്ട് നമുക്കിവിടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ എനിക്ക് പൗസിൽ നിന്ന് കിട്ടുന്ന ടോക്കൺസ് എന്ന് പറയുന്നത് 7,570 ടോക്കൺ മുതൽ 8,070 പൗസ് ടോക്കൺ ആയിരിക്കും എനിക്ക് കിട്ടുക. അതേ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ഡോക്സിൻ്റെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 42,570 ടോക്കൺ ടു 43,070 ടോക്കൺ ആയിരിക്കും എനിക്ക് കിട്ടാൻ പോവുക. അപ്പോൾ ഇതിലൊരു കൺവേർഷൻ നമ്മൾ അവിടെ വെക്കുകയാണ്. അതേ ഇത് 100 ആയിട്ടാണ് കൺവേർഷൻ ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്, അങ്ങനെയുള്ളൊരു കാര്യമാണെങ്കിൽ എനിക്കിവിടെ ടോട്ടലായിട്ട് കിട്ടാൻ പോകുന്ന ടോക്കൺസ് എന്ന് പറയുന്നത് 4,257 ടോക്കൺസ് ടു 4,300 ടോക്കൺസ് ആയിരിക്കും. 4,300 ടോക്കൺസ് ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുക. അപ്പം ഞാനിവിടെ പറയുന്നുണ്ട് 4,257 ടോക്കൺ ടു, ഒരു ചെറിയ കണക്കിലൊക്കെ തെറ്റ് വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം, 4,257 ടോക്കൺ ടു 4,300 ടോക്കൺസ് ആയിരിക്കും എനിക്കിവിടെ കിട്ടാൻ പോകുക. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് താഴെ വന്ന് പറയേണ്ടത്, നിങ്ങളുടെ കയ്യിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ എത്ര ലീഡർ ബോർഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താലും ഞാൻ ആ ഒരു മൾട്ടിഫയറിൽ തന്നെയാണ് കൂട്ടാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്കിതിൽ വേറെ നോക്കാനുള്ളത് എന്താണ്, ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, അതേപോലെ തന്നെ പറഞ്ഞു അതേപോലെ തന്നെ ഫസ്റ്റ് പോയിൻറ്റ്സ്, ലീഡർ ബോർഡ്, അതേപോലെ തന്നെ നമുക്ക് ടാസ്ക്, ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കിയുള്ള മൾട്ടിപ്ലെയർ ഒക്കെ എൻ്റെ തന്നെ അതേ ലെവലായിരിക്കും നിങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുതരാം. നിങ്ങളുടെ എത്ര റെഫറലാണ് നിങ്ങൾക്കുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ഏതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ട, അത് നമുക്ക് എല്ലാം പോയിൻറ്റ്സിലാണല്ലോ കയറുന്നത്. അപ്പോൾ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പോയിൻറ്റ്സ്, റെഫറൽ, അതേപോലെ തന്നെ ലീഡർ ബോർഡ്, ടാസ്ക്, ഈ ഒരു 4 കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ബേസിൽ നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുന്ന പ്രൊജക്റ്റിൻ്റെ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഈ ഒരു ഡോക്സ് വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നില്ല. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടോക്കൺസ് ആണ് കിട്ടുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് എല്ലാ പ്രൊജക്റ്റിൻ്റെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇവിടെ 7,000 സംതിങ് ടോക്കൺസ് കിട്ടിയില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ടോക്കൺസ് എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ഫോമും അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഷീറ്റൊക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരാം. നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ കുറേ തെറ്റുകളുണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ താഴെ വന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റുകൾ മെൻഷൻ ചെയ്യുമ്പോൾ അത് കുറേ ആൾക്കാർ കാണുമ്പോൾ ഇതിൽ വീണ്ടും കൂടുതലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ ചിന്തിച്ചിട്ടാണ് നിങ്ങളോട് എന്ത് നെഗറ്റീവ് ആണെങ്കിലും താഴെ വന്ന് പറയുക.
വഴി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ട്, എത്രത്തോളം റെഫറലുണ്ട്, നിങ്ങൾ ഏത് ലീഡർ ബോർഡിലാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്ന പോലെ ഈ ഒരു ഡോഗ്സിൻ്റെ വാല്യൂ തന്നെ നമുക്ക് ഈ ഒരു പൗസ് വന്ന് ലിസ്റ്റായി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡോഗ്സ് കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 0.0005 ആണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഇപ്പോൾ എനിക്കൊരു 4000-7000 ടോക്കൺ ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ കറൻ്റായിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4500 ടോക്കണാണ് എനിക്ക് ഡോഗ്സിൻ്റെ ബേസിൽ എനിക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 4-5 പറയുമ്പോൾ എനിക്ക് $2 കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, നല്ലൊരു മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ ആയിരിക്കും അത് വരിക. അപ്പോൾ ഇത് നമുക്കിവിടെ 40,000 ആണെങ്കിൽ 45,000 ടോക്കൺസ് എനിക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ $22 കിട്ടും. അപ്പോൾ അതേതല്ലാതെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് കൂടിയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ടോക്കൺ പ്രഡിക്ഷനാണ്. നിങ്ങൾ താഴെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ടോക്കൺ എന്തായാലും നല്ലൊരു വാല്യൂ വരും. ബിനാൻസിലേക്കാണ് അവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഡിസംബർ 20 ഇതിൻ്റെ സ്നാപ്ഷോട്ട്, ജനുവരിയിലാണ് ഇതിൻ്റെ TG ലിസ്റ്റ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് വെറും 9 ദിവസമൊക്കെ ഉള്ളൂ ഇതിൻ്റെ സ്നാപ്ഷോട്ട് നടത്താൻ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ ഈ ലൂട്ട്സ് ഒന്നും മിസ് ചെയ്യരുത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ലൂട്ട്സ് എന്ന് പറയുന്നത്. ഇതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വെറുതെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. പ്ലേ സ്റ്റോർ ഇപ്പോൾ ഞാനിവിടെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ഏഞ്ചൽ വണ്ടിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UPI നിങ്ങൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ UPI എവിടെയാണ് കിട്ടുക? നേരെ ഗൂഗിളിലേക്ക് വരിക. ഗൂഗിളിലേക്ക് പ്രൊഫൈൽ സെക്ഷനിൽ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UPI നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇവിടെ സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എവിടേക്കാണ് പോവുക? പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക, വേറെ ഒരു വെബ്സൈറ്റിലേക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും അല്ല പോവുക. അപ്പം ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ പോകും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരിവിടെ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റെപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ ആപ്പ് രജിസ്റ്റർ യൂസിങ് ബേസിക് ഡീറ്റെയിൽ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബേസിക് ഡീറ്റെയിൽ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ₹1 നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൂട്ട് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ₹170 നിങ്ങൾക്ക് സഡൻലി ആയിട്ട് കയറും. അപ്പോൾ അങ്ങനെ ₹1 നിങ്ങൾക്ക് കിട്ടാതെ ആവുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്, ഈ പേയ്മെൻറ്റിനൊക്കെ ഒരു ഡിലേ ആവുന്നത്. അപ്പോൾ ഡൺ യു വിൽ ഗെറ്റ്, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആധാറും പാനും കൊടുത്താൽ KFC കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ₹1 നിങ്ങൾക്ക് കിട്ടിയെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ₹170 മസ്റ്റായിട്ട് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽപ്പിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് അവിടെ വന്നിട്ട് എന്ത് ചോദിച്ചാലും അവിടെ ആൾക്കാർ, ഇപ്പം ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ കൂടി അവിടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് മസ്റ്റായിട്ട് റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ചാനലും ഗ്രൂപ്പും. നമ്മളിപ്പോൾ നല്ല ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. അപ്പം മസ്റ്റായിട്ട് ഇതിൽ കയറുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താണ് ഇതിൽ പ്രോഫിറ്റുകൾ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഗൂഗിൾ പേ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഗൂഗിൾ പേയിൽ നമുക്കിവിടെ പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ഇതിലൊരു പൈസ കൊടുക്കാനോ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. ഒരു ഡിമാൻഡ് അക്കൗണ്ട് എടുക്കുന്നത് നിങ്ങൾ ഫ്യൂച്ചറിൽ എടുത്താലാണ് നിങ്ങൾക്ക് സിപ്പും അതുപോലെ തന്നെ ട്രേഡിങ്ങും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിൽ പല ലൂട്ടുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എയർടെൽ പേയ്മെൻറ്റ് ആയിക്കോട്ടെ, സ്വിഗ്ഗിൻ്റെയൊക്കെ ചെയ്ത ₹1000 നിങ്ങൾക്ക് കിട്ടുന്നത്. പേടിഎം മണി ചെയ്ത ₹300 കിട്ടുന്നത്. വെറുതെ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ HDFCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു, അല്ലെങ്കിൽ ബജാജിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ ₹125 കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഓപ്ഷനൊക്കെ ഈ ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിയും. അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കിവിടെ ഏഞ്ചൽ വൺ ലൂട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ₹160. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ച് കുറവായിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ ലോക്കൽ അതേപോലെ തന്നെ ഈ ലൂട്ട് ക്യാമ്പയിൻ എയർടെൽ റെഫർ എന്ന് പറയുന്നതിൽ എനിക്ക് ₹80 കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള അതേപോലെ തന്നെ അപ്സ്റ്റോക്സിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ ₹100 കയറിയിട്ടുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ പൈസ കൊടുക്കണോ? ഒരു പൈസയും കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും പ്രൊഫൈൽ സെക്ഷനിൽ വന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടത്തിൽ അത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കാനുള്ള ഒരു കാര്യമില്ല. അതിപ്പോൾ ഏഞ്ചൽ വൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ വല്ല പൈസയൊക്കെ എപ്പോഴെങ്കിലും പിടിച്ചാലോ എന്നുള്ളൊരു മനോഭാവമുള്ള ആൾക്കാരാണെങ്കിൽ നേരെ പ്രൊഫൈൽ സെക്ഷനിൽ പോയിട്ട് ഏറ്റവും ബോട്ടം വന്നാൽ അവിടെ ബോട്ടം എന്ന് പറഞ്ഞാൽ താഴോട്ട് വന്നെന്ന് പറഞ്ഞാൽ അവിടെ ഡീആക്ടിവേറ്റ് ഡിമാൻഡ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്തതാണ് നിങ്ങൾക്ക് എന്താണ് ഈ ₹160 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കാം. 2 ആളൊക്കെ ചെയ്താൽ ₹340. 3 ആൾ ചെയ്ത വീട്ടിലുള്ളൊരു 3 ആൾ ചെയ്തെന്ന് പറഞ്ഞാൽ വീണ്ടും പൈസ ₹500 നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലൊക്കെ കയറണം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ ടോക്കൺ പ്രഡിക്ഷൻ പറഞ്ഞു. എനിക്കാകെ മൊത്തം കിട്ടാൻ
കിട്ടാൻ പോകുന്നത് ഡോക്സിൻ്റെ കമ്പയർ വെച്ചിട്ടാണെങ്കിൽ 42,000 ടോക്കൺസും അതേപോലെ തന്നെ ആൾ പ്രൊജക്റ്റിൻ്റെ കമ്പാരിസൺ വെച്ചിട്ടാണെങ്കിൽ 7,000 to 8,000 ടോക്കൺസ് ആയിരിക്കും എനിക്ക് പൗസിൽ കിട്ടാൻ പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ചെയ്യും. നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, നമ്മളോട് ഇങ്ങനെ സംസാരിക്കുക, എൻ്റെ മുഖം നിങ്ങൾ ഡെയിലി കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ പോലെ തന്നെ കണ്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇത് കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.